ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേനുവുമായിട്ടുള്ളൊരു സ്മോൾ ഡേ ഔട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. Whisper truth as they flow down, and their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering ഈ പാർക്കിംഗ് ഡിസ്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ടിൽ 4 മണിക്കൂറത്തേക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. ഇപ്പോൾ ടൈം ഏകദേശം 9:30 ആയി. 9:30 തൊട്ട് 1:30 വരെ നമുക്ക് 4 മണിക്കൂറത്തേക്ക് ഫ്രീ പാർക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ വീണ്ടും വന്ന് 1:30 ആകുമ്പോൾ വന്ന് വീണ്ടും ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ 4 മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രീ പാർക്കിംഗ് കിട്ടും. അങ്ങനെ വണ്ടിയിൽ പാർക്കിംഗ് ഡിസ്ക് ഒക്കെ വെച്ച് കൺമണിനെ ഇറക്കി കൺമണിയുടെ ഡേ കെയറിലേക്കാണ് പോകുന്നത്. കൺവീനിയൻ്റ് ഡേക്കറിലാക്കി ഇറങ്ങി. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് ട്യൂസ്ഡേ
അതൊക്കെ എടുത്ത് യൂസ് ചെയ്യണം. മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വ്യൂ ആണിത്. നല്ല റഷാണ്. കൂടുതലും പ്രായമായവരൊക്കെയാണ്. പരസ്പരം കണ്ടുമുട്ടുകയും വർത്താനം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കിട്ടുന്നൊരു ദിവസമാണിത്. പല പല ഷോപ്സൊക്കെ ഉണ്ട്. ഡ്രസ്സ്, തുണികളുടെയും ചെരുപ്പുകളുടെ, അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സിൻ്റേത്, ചെടികളുടെ ഷോപ്പുകൾ, അങ്ങനെ എ ടു ഇസഡ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത് മറ്റ് കടകളിൽ വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ആളുകളെല്ലാം അന്നേ ദിവസം എല്ലാവരുമായിട്ട് കാണാനും മീറ്റ് ചെയ്യാനും വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ട് ഈ നടക്കുന്ന സ്ഥലത്ത് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അവിടെ ആളുകളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞ്, ഇപ്പോൾ സമ്മർ ടൈമും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കും. അതൊരു വൈബാണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസാണ് ഈ പ്ലാന്റിൻ്റെ സെക്ഷൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അറിയാണ്ട് കുറേ നേരം നിന്ന് പോകും. അത്രയ്ക്ക് മനോഹരമാണ് കാണാൻ. ഇവിടുന്നാണ് കേനുവിൻ്റെ ഗാർഡനിലേക്കുള്ള ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചത്. കുറച്ച് ചീപ്പായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേനുവിന് അത് കണ്ടു കഴിഞ്ഞപ്പം വിടാൻ പറ്റിയില്ല. അവനും അവിടെ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു.
ബാക്കിൽ കാണുന്ന മനോഹരമായ ഒരു മാതാവിൻ്റെ ചർച്ചാണ്. 1358 പണി തുടങ്ങിയ ചർച്ചാണ്. വളരെ പഴയ ഒരു ചർച്ചാണ്. വളരെ മനോഹരമാണ് കാണാൻ. മാതാവിൻ്റെ പലതരത്തിലുള്ള സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് ലോകത്തിലെ ഫാത്തിമയിലെയൊക്കെ ഇങ്ങനെ പല പല സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ചർച്ചിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ളൊരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഒരു ഗുഹയിലൊക്കെ ഇരിക്കുന്ന പോലെയുള്ള വളരെ ഒരു പ്രാചീനത തോന്നുന്ന തരത്തിലുള്ള ഒരു ഗ്രോട്ടോയാണ്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. കുറച്ച് ടൈം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് ഫോട്ടോ പ്രഹസനങ്ങളൊക്കെ നടത്തി. അതിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് ലാസ്റ്റ് ചേർക്കാം. പിന്നെ ഞങ്ങൾ അടുത്തുള്ള അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.